മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി സുവിശേഷം 25-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25 verse 21. കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ ലോകപ്രസിദ്ധമാകുന്നതിന് മുമ്പുള്ള ഒരു സമയം. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അന്ന് ആവശ്യമായ സാമ്പത്തികം ലഭിച്ചിരുന്നില്ല. ഡൽഹിയിൽ സ്ഥാപിതമായ ശിശുഭവന്റെ അവസ്ഥ തീർത്തും ദയനീയമായിരുന്നു. ഒരിക്കൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് കറിവെക്കാനൊന്നുമില്ല, തുവരപ്പരിപ്പ് വാങ്ങാനുള്ള പണവുമില്ല. പിന്നെന്താണ് മാർഗം? ഒടുവിൽ ചോറ് ഉപ്പിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ചോറുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാജിയുടെ വീട്ടിൽ നിന്നും ഒരു കാർ വരുന്നു. ആ കാർ നിറയെ തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത ഫ്രഷ് പച്ചക്കറികളാണ്. രാജീവ് ഗാന്ധിയുടെ ഭാര്യയായ സോണിയാജി കൊടുത്തയച്ചതായിരുന്നു അത്. അന്ന് അവിടെ കുട്ടികളും സിസ്റ്റേഴ്സും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. മറ്റൊരു ദിവസം ശുശ്രൂഷയ്ക്ക് പതിവായി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനോടൊപ്പം മദർ തെരേസ ഔഷധ നിർമ്മാണശാലയുടെ മാനേജരെ കാണുവാൻ പോയി. ഒപ്പമുള്ള മനുഷ്യന് അതിന്റെ മാനേജരെ പരിചയമുണ്ടെന്ന് മാത്രം. കുറെ മരുന്നുകൾ സംഭാവന നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് മദർ ആ പരിചയക്കാരോടൊപ്പം വാഹനത്തിൽ കയറിയത്. അല്പം കഴിഞ്ഞപ്പോഴേക്കും അതിശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. വാഹനത്തിന്റെ ഗ്ലാസിനിടയിലൂടെ മദർ റോഡ് പക്കത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അതാ എതിർവശത്തെ റോഡരികിൽ ഒരു മനുഷ്യൻ തണുത്തു വിറങ്ങലിച്ച് മരത്തണലിൽ കൂനിക്കൂടിയിരിക്കുന്നു. 2 സ്റ്റോപ്പുകൾക്കിടയിലായതുകൊണ്ട് അവിടെ വാഹനം നിർത്താൻ നിവൃത്തിയില്ലായിരുന്നു. മടങ്ങി വരുമ്പോൾ അയാൾക്കൊരു അഭയസ്ഥാനം കണ്ടെത്തണം. യാത്രക്കിടയിൽ മദറിന്റെ ചിന്ത അതായിരുന്നു. ഔഷധ നിർമ്മാണശാലയുടെ മാനേജർ നൽകിയ മരുന്നുമായി മദർ മടങ്ങി വരുമ്പോൾ മുമ്പ് കണ്ട മനുഷ്യൻ റോഡിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നു മദർ കണ്ടു. എടുത്തുയർത്തിയപ്പോൾ അയാൾ മരിച്ചിരുന്നു. വിശദീകരിക്കാനാവാത്ത ദുഃഖസമുദ്രത്തിൽ മദർ മുഴുകിപ്പോയി. ആ മരണമടഞ്ഞ മനുഷ്യന്റെ വേദന മദർ അപ്പോൾ തന്നെ ഒപ്പിയെടുത്തു. അങ്ങനെയാണ് കാളിഘട്ടിൽ മരണാസന്നർക്കൊരു ഭവനം പണിയാൻ മദർ തെരേസ തീരുമാനിക്കുന്നത്. വിശുദ്ധ കൊച്ചു തെരേസ്യ പറയുന്നു, ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നിർവഹിക്കാനുള്ളൂ: ഈശോയെ സ്നേഹിക്കുക, അവിടുത്തെ സ്നേഹിക്കുന്നതിനായി ആത്മാക്കളെ നേടുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.